വെൽക്കം ബാക്ക് ടു ശ്രുതി മകേഷ് യൂട്യൂബ് ചാനൽ. ലോകത്തിലെ ഏറ്റവും വലിയ ശൈത്യകാല വിനോദ പരിപാടികളിലൊന്നായ റിയാദ് സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകവും ലോകത്തിലെ ഏറ്റവും വലിയ ഗോളാകൃതിയിലുള്ള തിയേറ്ററും അടങ്ങിയിരിക്കുന്ന ബൊളിവാർഡ് വേൾഡിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നാലാമത് റിയാദ് സീസണിലെ ഏറ്റവും വലിയ മേഖലകളിലൊന്നായ ബൊളിവാർഡ് വേൾഡ് ഇത്തവണ സന്ദർശകർക്കായി വിവിധ തരം പദ്ധതികളാണ് ഒരുക്കിയിരുന്നത്. ബൊളിവാർഡ് വേൾഡിന്റെ വിസ്തൃതി ഇത്തവണ 40% വർദ്ധിപ്പിച്ചിരുന്നു. ഇതിനെ പല സെക്ഷൻസ് ആയിട്ട് സോണുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടാവും. നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ പോകാൻ പോകുന്നത് ഇന്ത്യൻ സോണിലേക്കാണ്. ഇത്തവണ ബൊളിവാർഡ് വേൾഡിനെ 20 ഉപപ്രദേശങ്ങളായിട്ടാണ്, അതായത് സോണുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇന്ത്യ, ചൈന, ഫ്രാൻസ്, ഇറ്റലി, ജപ്പാൻ, ഏഷ്യ, ബ്രിട്ടൻ, ഈജിപ്ത്, സിറിയ, മെക്സിക്കോ, അമേരിക്ക, സ്പെയിൻ, ഗ്രീസ്, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഫുഡ് സ്റ്റോൾസ് ഒക്കെ ഓരോ സോണിലും ഉണ്ടായിരിക്കും. അതായത് രാജ്യങ്ങളിലെ സോണിൽ ഫുഡ് സ്റ്റോൾ ഉണ്ടായിരിക്കും. അതുപോലെ ആ രാജ്യങ്ങളിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇവൻറ്റ്സ്, മ്യൂസിക് ഇവൻറ്റ്സ്, ഡാൻസ് പെർഫോമൻസ്, അതുപോലെ സ്റ്റേജ് പെർഫോമൻസ്, ഡ്രാമ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ലോകത്തിൻ്റെ പല നാടുകളിലെ പല സംസ്കാരങ്ങൾ, നിരവധി സംസ്കാരങ്ങൾ, വിവിധ തരത്തിലുള്ള പരിപാടികൾ, ഇതൊക്കെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യൻ സ്പെഷ്യലായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ വേൾഡ് വണ്ടർ ആയിട്ടുള്ള താജ്മഹലിൻ്റെ ഒരു റെപ്ലിക്ക നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ ഇന്ത്യൻ മ്യൂസിക്, ഇപ്പോൾ നമുക്ക് മ്യൂസിക്കാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ രാത്രിയാകുമ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ബോളിവുഡ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിരുന്ന ആ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകവും ഗോളാകൃതിയിലുള്ള ആ തിയേറ്ററും ഇതാണ്. അപ്പോൾ ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഇതൊക്കെയാണ്. മാത്രമല്ല ഇവിടെ ഇന്ത്യൻ സ്വീറ്റ്സ്, സ്പൈസസ് ഇതൊക്കെ നമുക്കിവിടെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. നാലാമത് റിയാദ് സീസണിലെ ബൊളിവാർഡ് വേൾഡിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2023 ഒക്ടോബർ 28 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അത് ക്ലോസ് ആയിരിക്കുകയാണ്. ഇനി വീണ്ടും അടുത്ത വിൻ്റർ ആകുമ്പോൾ 2024 ഒക്ടോബർ ആകുമ്പോൾ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഏകദേശം ഒരു 5-6 മാസത്തോളം ഈ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരിക്കും. ഒക്ടോബർ, നവംബർ ആ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 5-6 മാസം. ഇത്തവണ അത് മെയ് 4-നാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ സോണിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ് മറ്റ് സോണിൽ പോയാലും. ഓരോ രാജ്യത്തിൻ്റെയും സ്പെഷ്യലായിട്ടുള്ള, ഇതുപോലെ ഇന്ത്യയിലെ എന്തൊക്കെ നമ്മൾ കണ്ടു അതുപോലെ അതാത് രാജ്യത്തെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യയിലത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. ലോകത്തിലെ ആദ്യത്തെ കൊക്കോ മെലൺ വേൾഡിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൊളിവാർഡ് വേൾഡിൻ്റെ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. ഇതിൽ നോക്കിയാൽ നമുക്കറിയാം ഓരോ സോൺസും എവിടെയൊക്കെയാണെന്നുള്ളത്.
വൈവിധ്യമാർന്ന 19ഓളം വിനോദ പരിപാടികളാണ് ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിരുന്നത്. ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഒരു ആർട്ടിഫിഷ്യൽ തടാകമുണ്ടെന്ന്. അതിലൂടെ ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയും ഇതിനെ മൊത്തം കാണുവാനായിട്ട് സാധിക്കും. ആ ബോട്ടിലൂടെ സഞ്ചരിച്ചും നമുക്ക് ബോളിവുഡ് വേൾഡിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാം. ഇപ്പോൾ നമ്മൾ സ്പെയിനിൻ്റെ സോണിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സ്പെയിനിലെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടുത്തെ ബിൽഡിങ്സിൻ്റെ മോഡൽസ്, പിന്നെ അവിടുത്തെ ഫുഡ്, അവിടുത്തെ കലാരൂപങ്ങൾ, കരകൗശല വസ്തുക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. അതുപോലെ ഓരോ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ അതാത് രാജ്യത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോകത്തിലെ പല പല ഭാഗത്തു നിന്നുള്ള പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ വിൽക്കുന്ന 200ഓളം ഔട്ട്ലെറ്റുകളും ലോകമെമ്പാടും നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന 621 സ്റ്റോറുകളും ഇവിടെ ഉണ്ടായിരുന്നു. റിയാദ് സീസണിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടാണ് നമ്മൾ ഇവിടേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഈ വർഷം നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു റേറ്റിൽ. അതുകൊണ്ട് തന്നെ നമുക്കിനി നെക്സ്റ്റ് ഇയർ എങ്ങനെയാണ്, നെക്സ്റ്റ് ഇയർ മീൻസ് 2024 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എത്രയായിരിക്കും റേറ്റ് എന്ന് ആ ടൈമിൽ നമ്മൾ വെബ്സൈറ്റിൽ പോയി നോക്കിയാലേ നമുക്കറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഇൻഫോർമേഷൻസ് ആണ് എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ടുള്ളത് ബോളിവുഡ് വേൾഡിനെ പറ്റിയിട്ട്. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ എൻ്റെ സംസാരത്തിൻ്റെ ആ ഒരു ശല്യമില്ലാതെ നമുക്ക് കണ്ടാസ്വദിക്കാം.
2023 ബോളിവുഡ് വേൾഡിലെ കാഴ്ചകളിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായത് ഈജിപ്തിലെ കാഴ്ചകളായിരുന്നു. ഈജിപ്ഷ്യൻ സോണിലെ അവിടുത്തെ പിരമിഡുകളായാലും അതുപോലെ സ്വിംഗ് സ്റ്റേജൊക്കെ ആയാലും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അതിൻ്റെ റെപ്ലിക്ക നമ്മുടെ താജ്മഹലൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാലും നമുക്ക് കാണുമ്പോഴേ അറിയാം അത് ഒറിജിനലിനോട് ഓക്കെ ആയിരുന്നു. പക്ഷേ ഈജിപ്തിലെ കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പോലെ തോന്നി. അതുപോലെ ചൈനയും ജപ്പാനും ഒക്കെ നന്നായിരുന്നു. അത് കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നതുകൊണ്ട് ഇത്തവണ നമുക്കൊരു പുതുമ തോന്നിയിരുന്നില്ല, സെയിം തന്നെ. പക്ഷേ ഈജിപ്ത് ഇത്തവണ പുതിയതായിരുന്നു. വളരെ മനോഹരമായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇത്തവണത്തെ ഫേവറേറ്റ് ഈജിപ്തായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ 2023 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ മെയ്യിൽ അവസാനിച്ചിരിക്കുന്ന നമ്മുടെ ബോളിവുഡ് വേൾഡിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉള്ള വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരെ നിങ്ങളോട് ബൈ പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മുകേഷ്.